താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ഉത്രാടം തിരുവോണം നക്ഷത്രജാതർക്ക് 2026 മെയ് ജൂൺ മാസഫലങ്ങൾ. പുതിയ ജോലിയിൽ പ്രവേശനം, വീട്, വാഹനം, ഭൂമി എന്നിവ സ്വന്തമാക്കും. ഉത്രാടം തിരുവോണം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം 1201. മലയാള മാസങ്ങളായ മേടം അവസാന പകുതി, എടവം പൂർണ്ണം, മിഥുനം ആദ്യ പകുതി ചേർന്ന 2026 മെയ് ജൂൺ മാസഫലങ്ങൾ. മേടമാസത്തിൽ മുൻ നിശ്ചയപ്രകാരമുള്ള ബന്ധുക്കളുടെ കൂടിക്കാഴ്ചയും ഒപ്പമുള്ള യാത്രകളും മനസ്സിന് സന്തോഷം നൽകും. പേരും പദവിയും പ്രശസ്തിയും വർദ്ധിക്കും. സ്ഥിര വരുമാനത്തിന് പുറമെ മറ്റു രീതിയിലും സാമ്പത്തിക നേട്ടമുണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. വീട്, വാഹനം എന്നിവ അധീനതയിലെത്തും. സമയം അനുകൂലമാണ്. എടവമാസത്തിൽ പ്രതീക്ഷിക്കാതെ പ്രതികൂല പ്രതിസന്ധികൾ വന്നുചേരും. മധ്യസ്ഥർ ഇടപെട്ട് നിലനിൽക്കുന്ന വ്യവഹാരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും. തൊഴിൽ മേഖലകളിലും പ്രതിസന്ധികൾ പ്രതീക്ഷിക്കണം. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. രോഗികൾക്ക് ഇത് ഒട്ടും ശുഭകരമായ സമയമല്ല. ആശുപത്രിവാസം വരെ പ്രതീക്ഷിക്കണം. മിഥുനമാസത്തിൽ ഭൂമിയോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ കഴിയണമെന്നില്ല. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തും. സാമ്പത്തികമായി സമയം ഒട്ടും അനുകൂലമല്ല. വീട് മാറി താമസിക്കും. അറിവും വിവേകവും ഉള്ളവർക്ക് കൂടുതൽ പെരുമ ലഭിക്കും. അപകടങ്ങളിൽ നിന്ന് ദൈവാധീനത്താൽ രക്ഷ നേടും. സമയം സമ്മിശ്രമാണ്. കരുതലെടുക്കുക. തിരുവോണം നക്ഷത്രജാതർക്ക് മേടമാസത്തിൽ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഏത് കാര്യങ്ങളായാലും വിയോജിപ്പ് പ്രകടിപ്പിച്ച് വെറുപ്പ് സമ്പാദിക്കും. അധ്വാനഭാരം ഒഴിഞ്ഞൊരു അവസ്ഥ പ്രതീക്ഷിക്കാൻ കഴിയണമെന്നില്ല. ഒന്നിനു പിറകെ ഒന്നായി ജോലികൾ വന്നുകൊണ്ടേയിരിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. പ്രതീക്ഷിക്കാതെ പല പ്രശ്നങ്ങളുടെയും ഭാഗമാകും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരാം. ശരീരത്തിന് വരുന്ന ബലക്കുറവിന് ചികിത്സ തേടേണ്ടതായി വരും. എടവമാസത്തിൽ വ്യാപാരികൾക്ക് വ്യാപാര രംഗത്ത് പുതിയ എതിരാളികൾ വന്നു ചേരും. ആഗ്രഹിച്ച രീതിയിലുള്ള പദവിയും അംഗീകാരവും ലഭിക്കും. സാമ്പത്തികമായ ചിലവുകൾ നിയന്ത്രിക്കും. ബാങ്കിംഗ് മേഖലകളിൽ ജോലിയിൽ പ്രവേശിക്കും. ഭൂമി വാങ്ങുക, വീട് നിർമ്മാണം ആരംഭിക്കുക എന്നിവയ്ക്കെല്ലാം സമയം അനുകൂലം. ചതിയിലും വഞ്ചനയിലും അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദാമ്പത്തിക സൗഖ്യം കുറയും. സന്താനങ്ങൾക്ക് വിദ്യാവിജയം ഉറപ്പായിരിക്കും. മിഥുനമാസത്തിൽ നല്ല വാർത്തകൾ കേൾക്കാൻ അവസരമുണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയിക്കും. സ്വന്തം പ്രവൃത്തി പ്രതികൂലമാകുന്ന അവസ്ഥ വന്നുചേരാം. കടബാധ്യതകൾ പൂർണ്ണമായും പലിശരഹിതം തീർക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും പ്രതീക്ഷിക്കാം. ധാർമ്മിക കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തും. ധ്യാനം, വ്രതം എന്നിവ അനുഷ്ഠിക്കും. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു. എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.